അതെ, ഈ കാലഘട്ടത്തിൽ ആ സിനിമ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളല്ല. നമ്മളിപ്പം സ്റ്റോറിയിൽ സെൻസറിങ്ങിന്റെ ഇഷ്യൂസ് നടന്നിരുന്നു. അപ്പം ഒരു കഥ ചെയ്ത് ആദ്യമേ സ്റ്റോറി പിന്നീട് പൊളിച്ചു മാറ്റി എന്ന് കേട്ടിരുന്നു. അല്ല, അത് ആക്ച്വലി സെൻസർ ഇഷ്യൂ അതും തമ്മിൽ ബന്ധമില്ല. പക്ഷെ നമ്മൾ 2018 ഈ സിനിമയുടെ തോട്ട് സുരേഷ് ഏട്ടൻ പറയുന്ന അന്ന് തൊട്ട് നമ്മൾ ഏകദേശം ഒരു 8 വർഷം എടുത്തു ഇന്നിപ്പോൾ സിനിമ പൂർത്തിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓരോ സിനിമകൾ വരിക. അപ്പം നമുക്കറിയാലോ നമ്മളുടെ സിനിമയുടെ മെയിൻ പ്ലോട്ട് സെയിം തന്നെയാണ്. അപ്പം നമ്മുടെ നാട് ഇതെല്ലാം സെയിം, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പ്ലേസ്മെൻറ്റിൽ കുറേ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഓരോ വർഷം കൂടുമ്പോൾ ഒരു 2-3 വേരിയേഷൻസ് ഞാനും സുരേഷ് ചേട്ടനും മാറ്റി ഞങ്ങൾ ഏകദേശം ഒരു 3 ഡ്രാഫ്റ്റോളം ആക്കിയിട്ടാണ് നമ്മുടെ ഫൈനൽ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. അതിലേക്ക് എത്തിയിട്ട് പിന്നെ സബ് ലെയേഴ്സൊക്കെ കുറേ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അതൊക്കെ ബേസിക്കലി കാലഘട്ടം ആവശ്യപ്പെട്ട മാറ്റങ്ങളാണ്. അതായത് മുന്നേ ഒരു സിനിമയുടെ ഒരു ബേസ് സെക്ഷൻ അങ്ങനെ വന്നെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കേണ്ട, പകരം അതിൻ്റെ പ്രമേയം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് വേറൊരു ഏരിയ വെക്കാമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ബേസ് പ്ലോട്ട് സെയിം തന്നെയാണ്. പിന്നെ ഈ സെൻസറിൻ്റെ കാര്യം പറഞ്ഞത്, അത് നമ്മളുടെ കാലഘട്ടം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, കേരളം ആക്ച്വലി 1957-58 കാലഘട്ടമൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാലോ. ഈ EMS ഭരണത്തിൽ വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടം നമ്മളുടെ ബാക്ക് ഡ്രോപ്പിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത് വരുന്നതുകൊണ്ട് ചെറിയ ചെറിയ പരാമർശങ്ങൾ, പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ട്വീക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കൺസേൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെൻസറിലാണ്. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ നമുക്ക് ബേസിക്കലി ഉണ്ടായിരുന്ന എലക്ഷൻ വന്നതുകൊണ്ടാണ് നമുക്കത് ഒന്ന് മാറ്റി 10-ാം തീയതി വെച്ചത്. പക്ഷെ അപ്പോഴും നമുക്ക് സെൻസർ കിട്ടാണ്ട് വന്നുകൊണ്ട് പിന്നീട് അത് മാറ്റി 15-ലേക്ക് ആക്കിയെന്നു. അതാണ് അതിൻ്റെ ഒരു